വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ പോലെ വ്യത്യസ്തമായൊരു വീഡിയോയുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. വേറെ ഒന്നുമല്ല, നമ്മുടെ മേക്കപ്പ് വീഡിയോ ആണ്. നിങ്ങളിൽ കുറേ പേര് ആവശ്യപ്പെട്ടിരിക്കുന്നത് പോലെ തന്നെ ഒരു മേക്കപ്പ് വീഡിയോ ആണ്. അപ്പം ഇന്ന് അതായത് മോളൂട്ടിയുടെ സ്കൂളിൽ കോമ്പറ്റീഷനാണ്. സോ ഞാൻ അങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കിനും ഓൾറെഡി മേക്കപ്പിൻ്റെ പകുതി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് റിയലി സോറി ഗൈസ്. ബേസ് ഫൗണ്ടേഷനും കാര്യമൊക്കെ ഇട്ടായിരുന്നു. ഇപ്പോൾ ഇതാ നല്ല പൊട്ടി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും പറയണ പോലെ ആ പൊട്ടി അടിച്ച് എൻ്റെ കൊച്ചിന് നല്ല രൂപമാറ്റം വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. സോ അത് കണ്ടാലറിയാം, നമ്മുടെ ഭരതനാട്യത്തിൻ്റെ ഒരു മേക്ക് ഓവർ ചെയ്യുന്നതാണ്. പാവത്തിന് കണ്ണുപോലും തുറക്കാൻ പറ്റുന്നില്ല, കാരണം അത്രയ്ക്ക് പൊട്ടി അടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇടയ്ക്ക് ഞാൻ എന്തോ പറഞ്ഞ് പുള്ളിക്കകത്ത് ചിരിച്ചു കാണിച്ചു. അപ്പോൾ അതിൻ്റെ ബേസാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രോഗ്രാം ഡേ ആയതുകൊണ്ട് രാവിലെ കഴിച്ച് 3 ഇഡ്ഡലി പനങ്കുല പോലെയുള്ള മുടി ഉണ്ടായി കിടക്കുന്ന കണ്ടു. അത് വേറെ ഒന്നുമല്ല, നമ്മുടെ ഭരതനാട്യത്തിന് നമ്മൾ വെക്കുന്ന ആർട്ടിഫിഷ്യൽ ഹെയർ ആണ്. അല്ലാണ്ട് നിങ്ങളവർക്കും എൻ്റെ കൊച്ചിന് ഒറ്റ ദിവസം കൊണ്ട് പനങ്കുല പോലെ മുടി ചേച്ചി ഹെയർ ഓയിൽ റെസിപ്പി തരാമോ എന്ന് ചോദിച്ചു എൻ്റെ അടുത്ത് വന്നേക്കില്ല. ബിക്കോസ് നമുക്ക് എല്ലാവർക്കും അറിയാം ആർട്ടിഫിഷ്യൽ ഹെയർ ആണ്. മേക്കപ്പ് ചെയ്യാൻ വന്നിരിക്കുന്നത് ക്ലിൻറ്റൺ സാറാണ്. സാർ രാവിലെ തന്നെ വന്ന് കുറച്ച് പേർക്ക്, കാരണം ഓരോരുത്തർക്ക് ടൈമിംഗ് വ്യത്യാസമാണ്, അപ്പോൾ കുറച്ച് പേര് ഓൾറെഡി റെഡിയാക്കിയായിരുന്നു. മോളൂട്ടിയുടെ ഇപ്പോഴാണ് ചെയ്ത് തുടങ്ങിയത്. അടുത്തതായിട്ട് സാർ അവിടെ കണ്ടില്ലേ, നല്ല ഭംഗിയായിട്ട് നോസ് ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കോണ്ടോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല ഫൈനായിട്ട് വരച്ചിട്ട് അത് ബ്ലെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ശരിക്കും നമ്മൾ ഈ സ്കൾപ്ചേഴ്സൊക്കെ ഉണ്ടാക്കത്തില്ലേ, അതായത് അവരുടെ ആ കൈ ശരിക്കും പറഞ്ഞാൽ ഒരു മാജിക് ഹാൻഡ്സ് പോലെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്ത് കെയർഫുള്ളിയാണ് ആ ബ്രിഡ്ജ് വരച്ചിരിക്കുന്നത്. എനിക്കൊന്നും അതിന് സാധിക്കാറ് പോലും ഇല്ല ഗൈസ്. ഉള്ള തട്ടിക്കൂട്ട് മേക്കപ്പും കൊണ്ടാണ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യണത്. പക്ഷെ സാർ ചെയ്യണ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു രസമായിട്ട് തോന്നി. ഇതാ കണ്ടാണോ, നമ്മൾ ആ ഒരു സ്കൾപ്ചർ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ആ മേക്കപ്പ് ഇടുന്നത്. കാണാൻ തന്നെ ഒരു രസമാണ്. സോ നെക്സ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ സാറ് ഐബ്രോ ഷേപ്പ് ചെയ്യുകയാണ്. ഐബ്രോ അറിയാലോ, നമ്മുടെ ഈ ഡാൻസ് ഫോം ആണെങ്കിൽ നമ്മുടെ ഐബ്രോ, ലിപ്പ്, ഇതൊക്കെ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു നോസ് ബ്രിഡ്ജിൻ്റെ ആ കറക്ഷൻ വരെ എന്ത് ഫൈനായിട്ട് ചെയ്താലാണ് നമുക്കൊരു ബ്യൂട്ടിഫുൾ ഫേസ് തന്നെ ആക്കിയെടുക്കാൻ പറ്റുക. ആളെ ഇപ്പം ഒറിജിനലായിട്ട് നമ്മൾ കാണുന്നതിലും ഒത്തിരി വ്യത്യസ്തമായിട്ടാണ് എനിക്ക് എൻ്റെ മകളെ പോലും തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്ന് ചില മാതാപിതാക്കൾ പറയുന്നത് എത്രയോ സത്യം. ഇതാണ് പുട്ടിയുടെ എഫക്റ്റ്. അതായത് ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ കഴിവാണ് നമ്മളിവിടെ കാണുന്നത്. ബാക്കിലിരിക്കുന്ന കുട്ടിയും മോളൂൻ്റെ കൂടെ മത്സരിക്കാനുള്ള കുട്ടി തന്നെയാണ്. അവൾക്ക് ഒരു ടെൻഷനുമില്ല, അവൾ വളരെ കൂളായിട്ടിരിക്കുകയാണ്. അവളുടെ അരങ്ങേറ്റം കഴിഞ്ഞിട്ട് ആദ്യത്തെ ഐറ്റമാണ്, സോളോ ഐറ്റം പെർഫോമൻസ് ആണ്. ഒരുപക്ഷെ അവളിലും ടെൻഷൻ എനിക്കായിരിക്കും, കാരണം ഇത് എല്ലാം ഓർത്ത് വെക്കുമോ, എങ്ങനെയായിരിക്കും എന്നൊക്കെയുള്ള ഒരു ടെൻഷൻ എൻ്റെ ഉള്ളേ. പക്ഷെ നമ്മൾ അമ്മയായി പോയില്ല, അതുകൊണ്ട് ടെൻഷൻ മുഖത്ത് കാണിക്കാനേ പാടില്ല. സോ അത് കഴിഞ്ഞ് സാറ് എന്താണെന്നറിയത്തില്ല, പൊട്ടിങ്ങനെ പറിക്കാൻ നോക്കിയിട്ട് പറിക്കാൻ പറ്റുന്നില്ല. അവസാനം ഒരു പൊട്ട് കിട്ടി. കുറേ നേരം പരിശ്രമിച്ചതിന് ശേഷം പൊട്ട് കിട്ടി. അപ്പോൾ പൊട്ട് നമ്മൾ ചിലവർ ഡയറക്റ്റ് വേണേൽ ഒട്ടിക്കും, പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത് എപ്പോഴും ഗ്ലൂ വെച്ചിട്ട് വേണം പൊട്ട് ഒട്ടിക്കാൻ. ബിക്കോസ് ഈ ഫേസിൽ ഇത്രയും മേക്കപ്പ് ഇടുന്നില്ല, ഫൗണ്ടേഷൻ, ബേസ്, പൗഡർ എല്ലാം ഇടുന്നില്ല, ഇട്ടതിൻ്റെ ഒരു മേളിൽ അതിൻ്റെ ആ നോർമൽ സ്റ്റിക്കിനെസ് അവിടെ നിൽക്കില്ല. അപ്പോൾ അതിനാണ് ഈ പശ ഒട്ടിച്ചിട്ട് പൊട്ട് വെച്ചിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് അവളുടെ ഫ്രണ്ട്സൊക്കെ വന്ന് പോയി ഹായ് ബൈ ഒക്കെ പറയുന്നുണ്ട്. സോ അതിനുശേഷം സാറ് ചെയ്തതെന്ന് പറഞ്ഞാൽ ബ്ലഷ്. സാറ് എന്തോ ഒരു പൊട്ടിൻ്റെ ആണോ എന്തോ ഒരു ഇത് വെച്ച് അതിൻ്റെ കറക്റ്റായിട്ട് അത് കിട്ടാൻ വേണ്ടി, കാരണം എല്ലാം ഇവിടെ പെർഫെക്റ്റ് ആയിരിക്കണം, കാരണം അല്ലെങ്കിൽ നമ്മൾ ഛോട്ടാ ഭീമിലെ ചുട്കിനെ പോലെ ആയിപ്പോൾ. സോ അങ്ങനെ വരാതിരിക്കാൻ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് സാർ ആ ബ്ലഷ് ബ്ലെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇനി സാർ ചെയ്യാൻ പോകുന്ന ഐബ്രോയാണ്. ഐബ്രോ നല്ല പോലെ
ഷേപ്പ് കൊടുക്കുക എന്ന് പറയുന്നത് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ബിക്കോസ് നമ്മൾ സ്റ്റേജിൽ കയറുമ്പം നമ്മുടെ ഓരോ എക്സ്പ്രഷൻ്റെ ഈ നമ്മൾ ഒരു പിരികാണെങ്കിൽ പോലും നമ്മൾ നോർമൽ ഫേസിൽ അനക്കിയാൽ നമുക്കൊരു കാണുന്ന ചെറിയ വ്യത്യാസത്തിനേലും ഇരട്ടിയായിട്ട് നമ്മളൊരു ഫേഷ്യൽ എക്സ്പ്രഷൻ ഭരതനാട്യത്തിന് ചെയ്യുമ്പം അത് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാകാൻ നമ്മുടെ ഐബ്രോ, ലിപ്പ് എല്ലാം ഫൈനായിട്ടിരിക്കണം. അതിൻ്റെ ഇടയ്ക്ക് സാറിൻ്റെ കയ്യിൽ നിന്ന് എന്തോ ഒരു ചെറിയൊരു മഷിയാന്ന് തോന്നുന്നു പറ്റിയ, പക്ഷേ അവർ മേക്കപ്പ് ആർട്ടിസ്റ്റാണ്, ദേ വിൽ ഒബ്വിയസ്ലി കവർ ഇറ്റ്. അപ്പോൾ അതെന്തോ കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ മോള് ഇതുപോലെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് അവൾ കണ്ണൊക്കെ തുറന്ന് ഇങ്ങനെ മിന്നിക്കുന്നുണ്ട്. എന്താ സംഭവം എന്ന് അറിയാനുള്ള ആകാംക്ഷയിലാണ്. അപ്പോൾ അതൊക്കെ കറക്റ്റ് ചെയ്തതിന് ശേഷം ഇതാ കണ്ടില്ലേ, ഇനി ഐബ്രോ. സാർ അത് വളരെ കെയർഫുള്ളായിട്ടാണ് ഐബ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബിക്കോസ് ഐബ്രോയുടെ ആ ടോപ്പ് ആ ഒരു ലൈൻ കറക്റ്റായിട്ട് നമുക്ക് വരച്ച് കിട്ടിയെങ്കിലല്ലേ നമ്മൾ ആ ഐബ്രോ എത്ര വേണം, പ്രത്യേകിച്ച് ഒരു കുട്ടിയുടെ ഫേസിലാകുമ്പം അത് കറക്റ്റായിട്ട് വരണം. കാരണം കുഞ്ഞു കുട്ടികൾക്കാകുമ്പം ഐബ്രോ ഒക്കെ നമ്മളിങ്ങനെ ഉണ്ടാക്കിയെടുക്കണം. സോ അങ്ങനെ സാറ് രണ്ട് സൈഡിലും ആദ്യം അവൻ്റെ ഒരു ഔട്ടർ ലൈൻ, അതായത് നമ്മളൊരു ഡ്രോയിങ് ചെയ്യുമ്പം സ്കെച്ചിങ് കൊണ്ട് അതിൻ്റെ ഒരു ഔട്ടർ വരയ്ക്കണത് പോലെ സാറ് ബ്രഷും കൊണ്ട് നല്ല ഫൈനായിട്ട് അത് വരച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് സമയം എടുത്താണ് ഈ ഐബ്രോ നല്ല പോലെ ആ ഒരു ഷേപ്പിലാക്കി അതൊന്ന് ഫിൽ ചെയ്യാനുള്ള പരിശ്രമം. അതായത് നമ്മൾ ഓർക്കും എല്ലാം ഈസിയാണ്, പക്ഷെ ഒരിക്കലുമല്ല. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ എല്ലാ ഫീൽഡിനും അതിൻ്റേതായ എഫേർട്ട്, ഹാർഡ് വർക്ക്, ഡെഡിക്കേഷൻ എപ്പോഴും ഉണ്ടാവും. സോ എനിക്ക് ഏത് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ കണ്ടാലും ഒരു റെസ്പെക്റ്റ് ഉണ്ട്. ബിക്കോസ് നമുക്കറിയാം, എപ്പോഴും നമ്മൾ പരാതി പറയും, എന്നെപ്പോലെ പണി ചെയ്യുന്ന ആരുമില്ല, ഞാൻ രാവിലെ തൊട്ട് വൈകിട്ട് വരെ കഷ്ടപ്പെടുന്നു. അങ്ങനെയല്ല, നമ്മുടെ ചുറ്റിനുമുള്ള മനുഷ്യരും അതുപോലെ തന്നെ കഷ്ടപ്പെടുന്നുള്ളൂ. ഇൻ വൺ വേ ഓർ ദി അതർ ദേ ആർ ട്രൈങ് ഹാർഡ്. സോ എല്ലാ ഹ്യൂമൻ ബീങ്, ഈ വേൾഡിലുള്ള എല്ലാ ഹ്യൂമൻ ബീങ്ങിനെ നമ്മൾ ഈക്വലായിട്ട് റെസ്പെക്റ്റ് ചെയ്യേണ്ടതാണ്. കണ്ടില്ലേ, ഒരു ഐബ്രോ വരെ ഒന്ന് ആക്കിയെടുക്കാൻ എത്ര നേരം കൊണ്ടാണ്. നമ്മളൊക്കെ സാധാരണ സമയമില്ലെങ്കിൽ ഈ ബാറ്ററി പൂച്ചനെ പോലെ അങ്ങ് എഴുതിയിട്ട് ഓടും. ബട്ട് അതല്ല, ഇവിടെ വളരെ ഭംഗിയായിട്ട് ഐബ്രോ ഫിനിഷ് ചെയ്തിരിക്കുന്നു. അടുത്തതായിട്ട് സാർ എന്തോ പറഞ്ഞു, അത് എനിക്ക് മനസ്സിലായില്ല. ഇടയ്ക്ക് കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട് കേട്ടോ. കാരണം വേറെ കാറ്റഗറിയുടെ മത്സരം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സാറും ഉണ്ട്, മോളൂട്ടിയെ പഠിപ്പിക്കുന്ന സാറും ഉണ്ട്. സാർ അങ്ങോട്ട് പോകുന്നുണ്ട്, ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇവിടെ നമ്മൾ മേക്കപ്പിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പം മൊത്തത്തിൽ എല്ലാം നടക്കുന്നുണ്ട്. ഇനി അടുത്ത മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ ഇനി കണ്ണെഴുതുക എന്നുള്ളത്. നമ്മൾ കുഞ്ഞിലെ പിള്ളേരെ പിടിച്ച് ഇവിടെ നിൽക്കടി, കണ്ണ് വലിച്ചെഴുതട്ടെ എന്ന് പറഞ്ഞ് ഇരുന്നാൽ ഒന്നും നടക്കുകയില്ല. സാറ് അത് മേളിലേക്ക് നോക്കാൻ എൻ്റെ മോളോട് പറയുന്നെങ്കിലും അവളുടെ കണ്ണിൽ നിന്ന് പിടിപിട് കണ്ണീര് വരുന്നു. ബിക്കോസ് അത് എഴുതുമ്പം നമുക്കറിയാം, ബിക്കോസ് ഒത്തിരി ഒന്നും ഇവർ അത്രയും പരിചയമായിട്ടില്ലോ മേക്കപ്പും ഒക്കെ ആയിട്ട്. സോ ഫസ്റ്റ് ടൈമൊക്കെ കാജൽ ഇങ്ങനെ ബ്രഷിങ് കൊണ്ട് എഴുതുമ്പം വലിയവരാണേ പോലും പെട്ടെന്ന് നമുക്കൊരു കണ്ണിൽ നിന്ന് വെള്ളം വരികയും ഒരു ഇതുപോലെ. പക്ഷെ അത് ഫ്യൂ സെക്കൻഡിൻ്റെ കാര്യമുള്ളൂ. ബിക്കോസ് അത് അത്രയും ഫൈനായിട്ട് എഴുതണം. നമ്മൾ ചുമ്മാ കുഞ്ഞു വിരലിട്ട് മാന്തി കണ്ണിലേക്ക് വലിച്ചെഴുതുന്ന പോലെ പറ്റില്ലല്ലോ. നമ്മളിതൊരു സ്റ്റേജിൽ അവതരിപ്പിക്കേണ്ട കാര്യമായതുകൊണ്ട് അതും അവിടെ നല്ല ഫൈനായിട്ട് എഴുതി തുടങ്ങിയിട്ടുണ്ട്. മുന്നോട്ട് ഇവിടെ ഏതാണ്ടൊക്കെ കണ്ണ് നീറിയിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊന്നും കാണിച്ചിട്ട് കാര്യമില്ല, നമുക്ക് ചെയ്യാനുള്ള പണി ചെയ്യണം. സാർ അത് ചെയ്തിരിക്കും. അടുത്തതായിട്ട് നമുക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം കണ്ണെഴുതുന്നത്. മോളൂട്ടിയുടെ കണ്ണിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അധികം വലിപ്പമൊന്നുമില്ല, ഇങ്ങനെ മ്യാവ്ക്യാറ്റ് പോലെയൊക്കെ ഇരിക്കുന്ന ഒരു കണ്ണാണ്. അപ്പം അത് ഒരു ഇച്ചിരിയിലും നമ്മൾ നൃത്തം കളിക്കുമ്പം നമുക്കത് വലിപ്പം തോന്നണം. പിന്നെ കുറച്ചും കൂടെയൊക്കെ ഉണ്ടക്കണ്ണാണെങ്കിൽ നല്ല രസമാണ് ഡാൻസൊക്കെ കളിക്കുമ്പം. സോ സാറ് പറയണ കുഞ്ഞു പിള്ളേരുടെ കണ്ണെഴുതാൻ വളരെ എളുപ്പമാണ്. വലിയവരുടെ ആണ് കുറച്ചും കൂടെ ഡിഫിക്കൾട്ട്. എനിക്കറിയത്തില്ല കേട്ടോ, ബിക്കോസ് ഞാൻ ബേസിക്കലി മേക്കപ്പ് ആർട്ടിസ്റ്റ് അല്ല.
നല്ല ഭംഗിയായിട്ട് തന്നെ എഴുതുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആകെപ്പാടെ ഇഷ്ടമുള്ള ഒരേ ഒരു കാര്യമാണ് ഈ കണ്ണെഴുതുക എന്നുള്ളത്. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ സാറാണെങ്കിൽ പോലും മറ്റു കുട്ടി എന്നെ ഒന്ന് എല്ലാം കൂടി ഒന്ന് ഓർമ്മിപ്പിച്ചെടുക്കുകയാണ്. ജതികളാണെങ്കിൽ പോലും അഭിനയമാണെങ്കിൽ പോലും എല്ലാം ഒന്ന് ഓർത്ത്, കുറച്ച് കുട്ടികളും കൂടി ഉണ്ട് കേട്ടോ അപ്പുറം. അപ്പോൾ അവരെയൊക്കെ ഓരോന്നോരോന്നായിട്ട് സാറ്, അതായത് ഒരു ടീച്ചറായി കഴിഞ്ഞാൽ ആസ് എൻ നമുക്ക് ഒത്തിരി റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അത് നമ്മൾ ഒരിക്കലും ഇത്രയും പഠിപ്പിച്ചു തീർന്നു അതല്ല. നമ്മളത് പഠിപ്പിക്കും തോറും നമുക്കത് മതിയാവില്ല. സത്യം പറഞ്ഞാൽ നമ്മളത് ഒന്നും കൂടെ സ്റ്റേജിൽ കയറുന്നതിന് മുമ്പ് അതൊന്ന് പെട്ടെന്ന് ഓർമ്മപ്പെടുത്താൻ നോക്കും. മാക്സിമം നമ്മൾ മോട്ടിവേഷൻ കൊടുക്കാൻ നോക്കും. അപ്പോൾ അതൊക്കെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, പ്രത്യേകിച്ച് ഈ ഒരു ഫീൽഡിൽ. താഴെ നല്ല ഭംഗിയായിട്ട് എഴുതിയതിന് ശേഷം സാറ് മുകളിലത്തെ പണി തുടങ്ങിയിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് വലിച്ചു നീട്ടി തന്നെ എഴുതണം. ഐബ്രോസൊക്കെ എന്ത് ഫൈനായിട്ടാണ്. എനിക്ക് തോന്നുന്നത് മോളൂട്ടിയുടെ ഐബ്രോ ഒക്കെ വരയ്ക്കുമ്പോഴാണ് അത്ര ഒരു ഭംഗിയൊക്കെ വരുന്നത്. അല്ലെ ഒരു സാധാരണ ഇങ്ങനെ മാന്തി ചരിഞ്ഞ് വെച്ചിരിക്കുന്ന പോലെയൊക്കെ ഉള്ള ഒരു പിരികമാണ് മോളൂട്ടിയുടെ. പക്ഷെ സാർ ഇത് കണ്ടല്ലോ, ഒരു കണ്ണിൻ്റെ മോളിൽ എഴുതാൻ എന്ത് ടൈം എടുത്താണ്, വളരെ കെയർഫുള്ളിയാണ് അതൊക്കെ ചെയ്യേണ്ടത്. നമ്മൾ കോളേജിൽ അല്ലെങ്കിൽ ഓഫീസിൽ പോണതിന് മുമ്പ് ജസ്റ്റ് ഒരു ടിങ് വരയ്ക്കുന്ന പോലെ അല്ല ഇവിടെ. ഞാനൊന്ന് അപ്പുറം പോയിട്ട് ഇപ്പുറം വന്നപ്പോൾ ആള് പകുതി റെഡിയായി. അതായത് സൂര്യൻ ചന്ദ്രനെയൊക്കെ വെച്ചു, ഐലാഷസ് വെച്ചു, പശ വെച്ച് ഒട്ടിച്ചു. ഇനി സാറ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഐ ഷാഡോ ഇട്ടുകൊണ്ടിരിക്കുക. അങ്ങനെ ഒരു 1.5-2 മണിക്കൂറത്തെ പരിശ്രമത്തിനിടയിൽ മോളൂട്ടി റെഡി ആയിരിക്കുകയാണ്. ഇതാണ് കോസ്റ്റ്യൂം. ഇതാണ് അവളുടെ അരങ്ങേറ്റത്തിന് തന്നെ എടുത്ത കോസ്റ്റ്യൂമാണ് ഇത്. മുല്ലപ്പൂവൊക്കെ വെച്ച് ആള് അൾട്ടയൊക്കെ ഇട്ട് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫിനിഷ് ചെയ്യാനുള്ളത് ലിപ്സ്റ്റിക്ക് മാത്രമാണ്. സോ അതും കൂടി ഇട്ട് സ്റ്റേജിലേക്ക് ഇനി കയറുന്നതായിരിക്കും. ഇന്നത്തെ ഈ കൊച്ചു മേക്കപ്പ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. ഇനിയും ഇങ്ങനത്തെ കുട്ടി ഹെൽപ്ഫുൾ വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ, ടേക്ക് കെയർ.